ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പാലാ തൊടുപുഴ റോഡിൽ കാർമൽ ഹോസ്പിറ്റലിന് സമീപം സ്ഥിതി ചെയ്യുന്ന തൊടുകയിൽ വുഡ് പാലസിന്റെ വിശേഷങ്ങളാണ്. കണ്ടിട്ട് നമുക്ക് വേഗം തിരിച്ചു വരാം. അപ്പോൾ തൊടുകയിൽ വുഡ് പാലസിന്റെ വിശേഷങ്ങൾ അത് പങ്കുവെക്കാൻ വേണ്ടി നമ്മളോടൊപ്പം ചേരുന്നത് നമ്മുടെ ജോസ് സാറാണ്. സാർ നമസ്കാരം. നമസ്കാരം. നമ്മൾ എത്ര വർഷമായി ഇപ്പോൾ ഈ സ്ഥാപനം തുടങ്ങിയിട്ട്? ഞങ്ങൾ 25-ാം വർഷത്തിലേക്കാണ് 25-ാം വർഷത്തിലേക്ക് കിടക്കുകയാണ്. പാലായിൽ വന്നിട്ട് എങ്ങനെയാണ് ഇങ്ങനൊരു സ്ഥാപനത്തിലേക്ക് എത്തിയത്? എനിക്ക് നേരത്തെ വേറെ ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു. അന്നേരം ഞങ്ങൾ ഈ ഫർണിച്ചർ ഇങ്ങനെ പല സ്ഥലത്തുനിന്ന് മേടിച്ച് വെക്കുകയായിരുന്നു. അപ്പം അതിന് കുറേ ഡ്രോബാക്കുകൾ വന്നു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു 6-7 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തന്നെ ഇതിൻ്റെ യൂണിറ്റ് ആരംഭിച്ചു. അപ്പം നമുക്കത് കസ്റ്റമറിന് ധൈര്യമായിട്ട് ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കാൻ പറ്റും. ഞങ്ങളുടെ പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇതിനുള്ള വർക്ക്ഷോപ്പുണ്ട്, പണിക്കാരുണ്ട്. അവരെ കൊണ്ട് ഇപ്പം അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഒരാൾക്ക് ഇപ്പോൾ ഒരു സോഫ ഏത് കളർ വേണം, പിന്നെ എത്ര സൈസ് അവരുടെ അളവെടുത്ത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുക. അതാകുമ്പോൾ നമുക്ക് ഒരു പാർട്ടി വന്നാൽ നമുക്ക് 3 ദിവസം 4 ദിവസം കൊണ്ട് ഒരു വീട്ടിലേക്കുള്ള മൊത്തം ചെയ്ത് കൊടുക്കാം. അതിനുള്ള ഫെസിലിറ്റി ഞങ്ങൾക്കുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഏതാണോ അത് ഇവിടെ ഉണ്ടാവും? അത് ഞങ്ങളുടെ ഒരു രീതി അതാണ്. ഞങ്ങൾ അപ്ഡേറ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഓരോ യൂട്യൂബിലും എല്ലാം നോക്കി ഓരോ മോഡൽസ് ഉണ്ട്, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ ചെയ്യും. അതിനുവേണ്ടി ഞങ്ങൾ യാത്ര ചെയ്യാറുണ്ട്. പല സ്ഥലങ്ങളും പോയി ഇങ്ങനെ അതിന്റെ ഓരോന്ന് ഫോട്ടോ എടുത്തിട്ട് അതിന്റെയൊക്കെ അതുപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് അപ്പം എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കും. ഏറ്റവും ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഇതിന്റെ മോഡൽസ് ഇറക്കാൻ നോക്കും. വിപണിയിൽ ഏതാണോ ഏതാണോ അതനുസരിച്ച് ചെയ്യും. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് പണിക്കാർ വേണം. നമുക്ക് അതിനുള്ള കാർപ്പന്റേഴ്സ് ഉണ്ട്. അവർ നല്ല വർക്കേഴ്സാണ്. അവരുടെ ഒരു കഴിവുകൊണ്ട് തന്നെയല്ല, ഞങ്ങളുടെ കഴിവല്ല, അവരുടെ കഴിവുകൊണ്ടാണ് പിന്നെ നമുക്ക് കസ്റ്റമറിന് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. നമ്മൾ ഏത് മെറ്റീരിയൽ ഈ വരുന്നെന്ന് പറഞ്ഞാൽ ഇത് പോളിഷ് ചെയ്തൊക്കെ വരുമ്പോൾ നമുക്ക് എന്നാന്ന് അറിയാൻ പറ്റില്ല. നമ്മൾ തന്നെ മേക്ക് ചെയ്യുമ്പം അതിന്റെ വുഡ് എന്നതാ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് ഗ്യാരണ്ടി പറയാം. അല്ലാതെ ഒരു ഗ്യാരണ്ടി പറയുന്നതിന് അർത്ഥമില്ല. പിന്നെ സർവീസിങ് കൊടുക്കാൻ പറ്റും. കംപ്ലൈന്റ് വരുന്നില്ലെന്ന് പറയുന്നില്ല, കംപ്ലൈന്റ് വരും. അത് വളരെ റെയർ ആയിട്ടേ വരുള്ളൂ. വന്നാൽ ഞങ്ങളത് ആഫ്റ്റർ സർവീസ് കൊടുക്കും. അതാണ് ഏറ്റവും ഒരു കസ്റ്റമറിന് അറിയേണ്ട ഏറ്റവും വലിയൊരു കാര്യം. അതാണ് നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ പ്രാദേശികമായിട്ടുള്ള ജനങ്ങളുടെ ഏറ്റവും കൂടുതൽ അഭ്യർത്ഥന നമുക്ക് വരികയാണ്. ഇപ്പോൾ ഇങ്ങനൊരു സ്ഥാപനമുണ്ട്, നിങ്ങൾ എന്തായാലും കാണിക്കണം. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളോട് വരികയും ഇത് ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കുകയും ചെയ്യുമ്പോൾ നമുക്കും ഒരു സന്തോഷം തന്നെയാണ്. ഇത്രയും വിശ്വാസമൊക്കെ ഏറ്റുവാങ്ങി വളരെ നല്ല രീതിയിൽ ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും വരുന്നു. താങ്ക് യു.